ഹലോ, എസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഇവിടെ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. നാട്ടിലൊക്കെ പോയിട്ട് വന്ന് ഒരാഴ്ചയാകും നാളെ. നാട്ടിൽ പോയിട്ട് വന്നിട്ട് ഒരാഴ്ചയാകും നാളെ. നാട്ടിൽ പോയി സുഖം സന്തോഷമൊക്കെ ആയിട്ട് പോയിരുന്നു. പിന്നെ ഇടയ്ക്ക് മഴ കാര്യങ്ങൾ അങ്ങനെയൊക്കെ. ഒരു വർഷത്തിന് ശേഷം പോകുന്നതല്ലേ, അപ്പം അതിൻ്റേതായ സന്തോഷമുണ്ട്. തിരിച്ച് വരുമ്പോഴായിരിക്കും ആ വിഷമങ്ങൾ നമ്മൾ മനസ്സിലാകുന്നത്. പക്ഷെ നമുക്കൊന്നിനും സമയം കിട്ടത്തില്ല. ഈ ഒരു മാസത്തേക്കൊക്കെ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമയം കിട്ടത്തില്ല. അതൊരു പ്രശ്നമാണ്. ഒരു 2-3 മാസമെങ്കിലും നാട്ടിൽ നിൽക്കണം, മനസ്സിലായി? ഇപ്പോൾ എല്ലാ വീടുകളിലും പോകാം, ബന്ധുക്കളുടെ വീട്ടിൽ പോകാൻ പറ്റും, അമ്പലങ്ങളിൽ പോകാൻ പറ്റും, പള്ളികളിൽ പോകാൻ പറ്റും, എല്ലായിടത്തും പോകാൻ പറ്റും. ഒരു മാസത്തേക്ക് നമ്മളങ്ങോട്ട് നമ്മുടെ കാര്യങ്ങൾ മാത്രം നടക്കത്തതേ ഉള്ളൂ. നമ്മുടെ കാര്യങ്ങൾ മൊത്തം നടക്കത്തില്ലേ. ഇവിടെല്ലാം പോകണം. എൻ്റെ അമ്മോ, അക്ഷയ് പോകണം, കറണ്ട് ബില്ല് അടയ്ക്കാൻ പോകണം, റേഷൻ കടയിൽ പോകണം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നോക്കി നടത്തണം. മൈ ഗോഡ്, അങ്ങനെ കുറേ സമയങ്ങൾ അങ്ങനെ നമ്മളെ നഷ്ടപ്പെടും. അപ്പോൾ ബന്ധുക്കളുടെ വീടുകളിൽ പോകാൻ സമയം കിട്ടത്തില്ല. അപ്പോൾ അവർ വിചാരിക്കും നമ്മൾ മനഃപൂർവ്വം ചെല്ലാതിരിക്കുന്നതായിരിക്കും. നമുക്കല്ലേ അറിയത്തുള്ളൂ നമ്മുടെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ കുറേ കൂട്ടുകാരെ കിട്ടി. കുറേ കൂട്ടുകാരൊക്കെ നമ്മുടെ വീട്ടുകളിൽ വന്നു. ഹാപ്പിയായിരുന്നു കേട്ടോ, ഭയങ്കര ഹാപ്പിയായിരുന്നു ഇപ്രാവശ്യം. സർപ്രൈസായിട്ട് കുറേ ആൾക്കാർ വന്നു. സർപ്രൈസ്, അവരുടെ പേര് ഞാൻ പറയുന്നില്ല കേട്ടോ, ഭയങ്കര സർപ്രൈസായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് സന്തോഷങ്ങളുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ പോയി, കുഴപ്പമില്ലാണ്ട് പോയി. പിന്നെ ഒരു മാസം അച്ഛനുണ്ടായിരുന്നു വീട്ടിൽ. ഞങ്ങളുടെ ഇവിടെ ഒരു മാസം അച്ഛൻ ഞങ്ങളുടെ ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ അച്ഛൻ ഞങ്ങളുടെ കൂടെ അങ്ങ് വരും. അപ്പോൾ പിന്നെ നമുക്കതൊരു സന്തോഷമല്ലേ. പിന്നെ എല്ലാ പ്രാവശ്യം ഞങ്ങൾ ചെല്ലുമ്പോൾ എൻ്റെ അമ്മയുടെ അനിയത്തി ഞങ്ങൾ വിളിച്ച് നിർത്തത്. ഈ പ്രാവശ്യം ചെന്നിട്ട് പിന്നെ ചിറ്റപ്പൻ മരിച്ചു പോയ കാരണം കുഞ്ഞമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ പ്രാവശ്യം എങ്ങനെയെങ്കിലും കൊണ്ടുവരണം. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു കാരണവന്മാരുള്ളത് നല്ലതല്ലേ, ഒരു ഐശ്വര്യമാണ്. വീടിനൊരു ഐശ്വര്യമാണ് കാരണവന്മാർ. പിന്നെ എൻ്റെ ചേച്ചി ഇടയ്ക്ക് വരുമായിരുന്നു. പിന്നെ എൻ്റെ ചേച്ചിയുടെ മോന് എൻ്റെ ഒരു ചേച്ചി മരിച്ചു പോയായിരുന്നല്ലോ, ആ ചേച്ചിയുടെ മോന് എനിക്കറിയാം വരുമെന്നുള്ള കാര്യം. 100-101% എനിക്കറിയാം അവരെന്നെ കാണാൻ വരും, ഇന്നലെ നാളെ വരുമെന്നുള്ളത് എനിക്കൊരു 100-101% എനിക്കറിയാം. അതുപോലെ സംഭവിച്ചു. അവർ വന്നു, കണ്ടു, സന്തോഷമായിട്ട് തിരിച്ചു പോയി, വിളിക്കുക, എടുക്കുക എല്ലാം ചെയ്യും. അത്രയും മതി. പിന്നെ ചേച്ചിയുടെ മോളെ കെട്ടിച്ച വീട്ടിൽ പോയി. അവരൊക്കെ നമ്മുടെ വീട്ടിൽ വന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങനെ നല്ല സഹകരണമായിരുന്നു. എല്ലാവരും വരികയും പോവുകയൊക്കെ ചെയ്തു. പക്ഷേ നമുക്കൊന്നിനും അങ്ങോട്ട് സമയം കിട്ടിയില്ല. അതാണ് ഒരു പ്രശ്നമായിട്ട് വന്നത്. എല്ലാവരുടെ അടുക്കെ പോകാനോ ഒരു 5-10 മിനിറ്റ് ഇരിക്കാനോ അവരുമായിട്ട് ഒന്നിച്ചിട്ട് സംസാരിക്കാനോ ഒന്നും നമുക്ക് സമയം കിട്ടിയില്ല. അതിനൊക്കെ നമുക്ക് എന്താ പറയുക, അങ്ങനെയൊക്കെ നല്ലൊരു രസമുള്ളല്ലേ. എല്ലാ വീടുകളും പോയി കുറേ നേരം ഇങ്ങനെ ഇരിക്കണം, സംസാരിക്കണം, എല്ലാവരുടെയും കഥകളൊക്കെ അറിയണം. അതൊക്കെ അല്ലേ നമ്മളൊരു വർഷത്തെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ. പക്ഷെ അതിനൊന്നും നമുക്കതിന് പറ്റിയില്ല. പിന്നെ നമ്മൾ കൃപാസന മാതാവിൻ്റെ അടുക്കൽ പോയി, മാതാവിനെ കണ്ടു. ആദ്യമായിട്ട് പോകുമായിരുന്നു. അവിടെ പോയി മാതാവിനെ കണ്ടു, സംസാരിച്ചു, മീൻസ് നമ്മുടെ മനസ്സിൽ പ്രയാസങ്ങൾ പങ്കുവച്ചു. അങ്ങനെ അമ്മയെ പോയി കാണാനൊരു അവസരം നമുക്ക് കിട്ടി. അത് പോകണമെന്ന് എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു. അവിടെ പോകണമെന്ന് വലിയൊരാഗ്രഹമായിരുന്നു. അതെന്നാലും സാധിച്ചു കിട്ടി, ദൈവാനുഗ്രഹം കൊണ്ട്. സത്യമാണ് കേട്ടോ, സത്യമുള്ള ഇതാണ്. നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട് ആൾ. എൻ്റെ അനുഭവമുണ്ട്, എനിക്കൊരു അനുഭവമുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ പരുമലപ്പള്ളിയിലെ പെരുന്നാളായിരുന്നു ആ സമയങ്ങളിൽ. പൊളിച്ചടുക്കിയില്ലേ നമ്മുടെ പരുമലപ്പള്ളിയിലെ പെരുന്നാൾ. പരുമലപ്പള്ളിയിലെ പെരുന്നാളാണ് കാണേണ്ടത്, പദയാത്രയും എല്ലാം. അങ്ങനെ എനിക്കത് കാണാൻ വയ്യ. എനിക്ക് ആ സത്യം പറയാൻ മെയിനായിട്ട് ഞാൻ അതിനായി പ്രാവശ്യം പോയത്. പരുമലപ്പള്ളിയിലെ പെരുന്നാൾ കണ്ട് കുറേ വർഷങ്ങളായി. അപ്പോൾ ഈ പ്രാവശ്യം പോയി പരുമലപ്പള്ളിയിലെ പെരുന്നാളൊക്കെ കാണാമല്ലോ ചൊല്ലിപ്പോയതാണ്. ചെന്നതിൻ്റെ അന്ന് തന്നെ വൈകിട്ട് ഞങ്ങൾ പരുമലപ്പള്ളിയിൽ പോയി. അവിടെ പോയി എല്ലാം പ്രാർത്ഥിച്ച് തൊഴുതു വന്നു. അത് ഹാപ്പിയായിരുന്നു.
പിന്നെ ശിവഗിരി പോയി പ്രാർത്ഥിച്ചു, എല്ലാം വന്നു. അങ്ങനെ ശിവഗിരി വെച്ച് കുട്ടനെ കാണാൻ പറ്റി. കുട്ടന് ഞങ്ങളെല്ലാം കൂടെ കുറേ കറങ്ങി. അങ്ങനെ ഒത്തിരി നല്ല നല്ല അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് പ്രാവശ്യം. പിന്നെ ഷംന, എൻ്റെ വാടക വീട് നമ്മുടെ വീട്ടിൽ വന്നു. വിജി രമേശ് വന്നു, രാധിക വന്നു, എല്ലാവരും അങ്ങനെ വന്ന് ഭയങ്കര ഹാപ്പി. ഇപ്രാവശ്യം പോയത് നല്ല ഹാപ്പിയായിരുന്നു. അങ്ങനെ ഒരു മാസം പെട്ടെന്ന് കടന്നു പോയത് അറിഞ്ഞില്ല. എൻ്റെ മക്കളെ. ഇതാ പോയി ഇതാ വന്നെന്ന് പറഞ്ഞ പോലെ ദേ പോയി ഇതാ വന്നു. പോകുന്ന സമയം എന്ത് സന്തോഷമാണ്. അയ്യോ നാട്ടിൽ ചെല്ലലെന്നുള്ള ആ ഹാപ്പിയാണ്. ഇപ്പോൾ ഇതാ കിടക്കുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര, എനിക്ക് എല്ലാ പ്രാവശ്യം അങ്ങനെ വിഷമം വരുന്നില്ല, പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു നാട്ടിൽ നിന്ന് വരുന്നത്. ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വരണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ വരാതിരിക്കാൻ പറ്റും, ജീവിതമാർഗ്ഗമല്ലേ, നമുക്ക് ജീവിക്കണ്ടേ. ആരും തരില്ലല്ലോ നമുക്ക്, നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്കുണ്ട്. അങ്ങനെ ഈ വർഷത്തെ വെക്കേഷൻ നമ്മുടെ അങ്ങനെ പോയി കിട്ടി. മനസ്സിലായോ കുട്ടികളെ? വേറെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ തൊട്ട് ജോലിക്ക് പോകണം. ഡ്യൂട്ടിക്ക് പോകണം. എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം നാളത്തെ 3 ദിവസമല്ലേ, ആഴ്ച 3 ദിവസം മതി. കിട്ടുന്നതാട്ടെ, ദൈവാനുഗ്രഹമല്ലേ അതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ പിന്നെ പിന്നെ ചേട്ടൻ്റെ വീട്ടിൽ അമ്മ പിന്നെ സുഖമില്ലാതെ കിടക്കുന്ന അമ്മയല്ലേ, അമ്മ സുഖമില്ലാത്ത തളർന്ന് കിടക്കുകയാണ്. ആ ഒരു വിഷമമുണ്ട് നമുക്ക്. പ്രായമായവരല്ലേ, അസുഖം മനുഷ്യന് കൊടുക്കണം, പക്ഷേ കിടത്തില്ല ഒരിക്കലും. മനുഷ്യരെ തളർത്തി കിടത്തില്ല അല്ലേ. അസുഖം മനുഷ്യന് വേണം. തളർന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മൊത്തം നമുക്കൊരു വിഷമമായിരിക്കില്ല. എന്താ ചെയ്യുക, ഓരോരുത്തരുടെ അവസ്ഥയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം ഓരോരുത്തർക്ക് വിധിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് അനുഭവിച്ചല്ലേ പറ്റത്തുള്ളൂ. പിന്നെ നാട്ടിൽ മഴ. അയ്യോ പൊളിച്ച മഴ, മൈ ഗോഡ്. ഞങ്ങൾ രാധികയുടെ വീട്ടിൽ പോയപ്പോഴായിരുന്നു മഴ. അപ്പോൾ ഫുള്ള് മഴ ഞങ്ങൾ നനഞ്ഞെന്നുള്ളതാണ്. ആ മഴ ഫുള്ള് ഞങ്ങൾ നനഞ്ഞു. എന്തോ മഴയായിരുന്നു എന്നറിയാമോ, ഭയങ്കര മഴയായിരുന്നു. ആ ഫുള്ള് മഴ ഞങ്ങൾ നനഞ്ഞ് വണ്ടി ഓടിച്ച് ചേട്ടൻ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം മഴയും പോയി. അയ്യോ, എനിക്ക് വീഡിയോസൊക്കെ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങോട്ട് നടക്കുന്നില്ല. എന്താ മനസ്സിന് ഭയങ്കര പ്രയാസങ്ങൾ, ഒരു മൂടില്ല. ആരും അങ്ങനെ വീഡിയോസൊന്നും കാണുന്നില്ല. എന്താണെന്ന് വീഡിയോ നേരത്തെയൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ കണ്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ വീഡിയോ ഒന്നും ആരും കാണുന്നില്ല. എല്ലാവരും വീഡിയോ ഒക്കെ കാണണേ പിള്ളേരെ, എല്ലാവരും വീഡിയോ ഒക്കെ കാണും. അങ്ങനെ നമ്മൾ നാട്ടിൽ നിന്ന് വന്നു. നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. ചേട്ടൻ ജോലിക്ക് പോയി തുടങ്ങി. ചേട്ടൻ തിങ്കളാഴ്ച മുതൽ ജോലിക്ക് പോയി തുടങ്ങി. ഇനി നാളെ മുതൽ ഞാനും പോയി തുടങ്ങാം. അങ്ങനെയൊക്കെ പോകുന്നു. കുറച്ച് നാളും കൂടെ പിടിച്ച് നിൽക്കണം, എന്നിട്ട് നാട്ടിൽ പോകണം. നാട്ടിൽ എത്ര കാലം നമ്മൾ ജീവിക്കല്ലേ. നമ്മുടെ നാട്ടിൽ ആ വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഹാപ്പിയല്ലേ. പിന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറിച്ചെടുത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാനോ തോരൻ വെക്കാനോ വല്ല കൂമ്പോ വാഴയ്ക്കായോ ചീരടലയോ അതൊക്കെ പറിച്ചാണെങ്കിൽ നമുക്കൊരു തോരൻ വെച്ച് കഴിക്കാൻ പറ്റും. ഒരു മുളക് അടച്ചാൽ നമുക്ക് കഴിക്കാം. പക്ഷേ അന്യനാട്ടിൽ നമുക്ക് എല്ലാത്തിനും വില കൊടുക്കണ്ടേ. അയ്യോ ഭയങ്കര വിലയെന്ന് പറഞ്ഞാൽ ഭയങ്കര വില. സാധനങ്ങൾക്കൊക്കെ പിടിച്ചാൽ പിടികിട്ടാത്തടത്തുള്ള വിലയാണ്. നമ്മൾ കഷ്ടപ്പെടുന്ന മൊത്തം ഇവിടെ ചിലവാക്കാനേ ഉള്ളൂ. എന്താ കഷ്ടം. പിന്നെന്താ വിശേഷം? പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. വേറെ ഒരു വീഡിയോ എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നോക്കട്ടെ, പറ്റുമെങ്കിൽ നല്ലൊരു വീഡിയോ ഒക്കെ എടുത്തിടാം.
അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.